കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നല്ല ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. ഈ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം നമുക്കെല്ലാ അനുഗ്രഹത്തിൻ്റെയും നല്ല പ്രഭാതമാകട്ടെ. നാം ദൈവവചനത്തോടുകൂടെ നമ്മുടെ പുതിയ ദിവസം ആരംഭിച്ചാൽ അത് എത്ര അനുഗ്രഹപ്രദമാണ്. തിരുവചനം ശ്രവിക്കുവാൻ വളരെ താല്പര്യത്തോടെ ഈ TV സ്ക്രീനിന് മുന്നിലായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 63 എപ്പിസോഡുകളായി നാം തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 64ാമത്തെ എപ്പിസോഡിലേക്കാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 63 എപ്പിസോഡുകളിലും വീണ് കിടക്കുന്ന വിവിധ അടിസ്ഥാനങ്ങളെ, അടിസ്ഥാന ഉപദേശങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. ഇന്നത്തെ 64ാമത്തെ എപ്പിസോഡിൽ കർത്താവിൻ്റെ രണ്ടാം വരവ്, അതിൻ്റെ 12ാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തോട് അനുബന്ധിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന വിഷയത്തിൻ്റെ 12ാമത്തെ ഭാഗം. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വാക്യം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരു പ്രയാണത്തിലാണ്. എങ്ങോട്ടുള്ള പ്രയാണമാണ്? വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണം. ഈ പ്രയാണത്തിൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയും എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ്. നമുക്കറിയാം, കൽദയ പട്ടണമായ ഊരിൽ നിന്നും ദൈവത്താൽ ഇറക്കപ്പെട്ട അബ്രഹാമിൻ്റെ ലക്ഷ്യം വാഗ്ദത്ത ദേശമായിരുന്നു. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്ന ദൈവജനം പെസഹയും ചോരത്തളിയും ആചരിച്ച് ഇറങ്ങി പുറപ്പെട്ടത് വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കിയായിരുന്നു. ഇന്നത്തെ ലോകത്തിൽ വസിക്കുന്ന നാം ഓരോരുത്തരും മുന്നോട്ട് നീങ്ങുന്നത് വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കിയാണ്. നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതെപ്പോൾ സംഭവിക്കും? തിരുവചനം പറയുന്നു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പായിട്ട് ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെടേണ്ട ഒരു നിത്യ സുവിശേഷമുണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നാം ലോകത്തോട് അറിയിക്കേണ്ട ഒരു നിത്യ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു. 3 ദൂതന്മാരുടെ ദൂതുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൽ 1-ാം ദൂതൻ്റെ ദൂതാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് 2-ാം ദൂതൻ്റെ ദൂത്. നമുക്കറിയാം, ഈ ദൂത് ലോകത്തോട് പ്രസംഗിച്ച് കഴിഞ്ഞാലേ കർത്താവ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുമ്പായിട്ട് ഈ ദൂത് ലോകത്തോട് പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1-ാം ദൂതൻ്റെ ദൂത് നമ്മൾ ചിന്തിച്ചു. ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുക്കണം. അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കണം. ഇന്ന് 2-ാം ദൂതൻ്റെ ദൂതിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താണ് 2-ാം ദൂതൻ്റെ ദൂത്? വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം 8-ാമത്തെ വാക്യം. വെളിപ്പാട് 14:8. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെ കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്നാ പറഞ്ഞു. ഇതാണ് 2-ാം ദൂതൻ്റെ ദൂത്. എന്താണ് 2-ാം ദൂതൻ്റെ ദൂത്? രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു, എന്നിട്ട് പറയുകയാണ്, വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി. ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണ് ഈ മഹതിയാം ബാബിലോൺ? ബാബേൽ എന്ന വാക്കിൽ നിന്നാണ് ബാബിലോൺ എന്ന വാക്കുണ്ടായത്. ബാബിലോൺ ഭാഷയിൽ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദേവന്മാരുടെ വാതിൽ.
എബ്രായ ഭാഷയിൽ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കലക്കം അഥവാ കൺഫ്യൂഷൻ എന്നാണ്. കലക്കം. ബാബേലിൻ്റെ സ്ഥാപകൻ ലോകത്തിലെ ആദ്യത്തെ രാജാവായ നിമ്രോദാണ്. നമുക്കറിയാം, ബാബേലിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്ന മത്സര സ്വഭാവമാണ് അവർ പ്രകടിപ്പിച്ചത്. ഇനിയും താൻ ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം തമ്പുരാൻ സത്യം ചെയ്തു പറഞ്ഞിട്ടും ദൈവത്തെ വിശ്വസിക്കാതെ ബാബേൽ ഗോപുരം പണിത കൂട്ടരാണിവർ. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ലൂസിഫറിനെ ഇതിൻ്റെ അദൃശ്യ രാജാവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. യെരുശലേമിനെ ദൈവജനത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരമായി തിരഞ്ഞെടുക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ബാബേലിനെ തൻ്റെ പ്രധാന പട്ടണമായി തിരഞ്ഞെടുക്കുവാൻ ലൂസിഫറും തീരുമാനിച്ചു. ഈ ബാബിലോൺ ആരെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ വചനം പറയുന്നു, വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി. ഈ മഹദിയാം ബാബിലോൺ ആരെ പ്രതിനിധീകരിക്കുന്നു? വേദപുസ്തകം നോക്കാം. വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം 3 മുതൽ 6 വരെ. വെളിപ്പാട് 17, 3 മുതൽ 6 വരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രത്നവും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം, മഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് ഞാൻ അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഇപ്പം ശ്രദ്ധിക്കാം, ഈ മഹദിയാം ബാബിലോൺ ആരാണ്? ഇതാരെ പ്രതിനിധീകരിക്കുന്നു? ഇവിടെ ദൈവം തമ്പുരാൻ യോഹന്നാന് ദർശനം കൊടുക്കുകയാണ് ഈ മഹദിയാം ബാബിലോൺ ആരാണെന്ന്. അവിടുത്തെ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ കണ്ടത്, അപ്പോൾ അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ കാണുകയാണ്. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താണ്? കടും ചുവപ്പുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രത്നവും അണിഞ്ഞ് തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന മഹദിയാം ബാബിലോൺ. നാം വേദപുസ്തകം പഠിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവചനത്തിൽ സ്ത്രീ എന്നത് സഭയെ കുറിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2 തരം സഭകളെയാണ് അല്ലെങ്കിൽ 2 തരം സ്ത്രീകളെയാണ് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, വേദപുസ്തകത്തിലെ ഉപദേശത്തിന് അനുസരിച്ച് പഠിപ്പിക്കുന്ന സ്ത്രീ അഥവാ സഭ. 2, വേദപുസ്തകം എന്തു പറയുന്നു അതിന് നേരെ വിപരീതം പഠിപ്പിക്കുന്ന സ്ത്രീ അഥവാ സഭ. അതായത് ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭ, വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾക്കനുസൃതമായി മാത്രം പഠിപ്പിക്കുന്ന സത്യസഭ ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭയും, വേദപുസ്തകം പറയുന്നതിൻ്റെ നേരെ വിപരീതം പഠിപ്പിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി അഥവാ ബാബിലോണിയ സഭയും. ഈ 2 സഭകളെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നാം തിരുവചനം പഠിച്ചാൽ കർത്താവിൻ്റെ ഉപദേശങ്ങളിലും ഉപമകളിലുമെല്ലാം 2 വിഭാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം എപ്പോഴും കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ ഉപമകളൊക്കെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 10 കന്യകമാരുടെ ഉപമയിൽ 5 ബുദ്ധിയില്ലാത്ത കന്യകമാരും 5 ബുദ്ധിയുള്ള കന്യകമാരും. 2 വിഭാഗങ്ങൾ. ബുദ്ധിയില്ലാത്തവർ മണവാളൻ്റെ വരവിങ്കൽ തള്ളപ്പെട്ടവരും ബുദ്ധിയുള്ളവർ മണവാളൻ്റെ വരവിങ്കൽ ചേർക്കപ്പെട്ടവരും. ഇപ്പം 2 വിഭാഗങ്ങളെ കാണുന്നു. വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ എത്ര പേരാ? 2 പേര്. ഒരുവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ് രക്ഷ നഷ്ടമാക്കിയവനും ഒരുവൻ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ സ്വായത്തമാക്കിയ ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നവനും. അവിടെ 2 വിഭാഗങ്ങളെ കാണുന്നു. വീണ്ടും ഒരപ്പനുണ്ടായിരുന്ന മക്കൾ 2 പേർ. ഒന്നാമത്തവനോട് അപ്പം പറഞ്ഞു, നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. രണ്ടാമത്തവനോടും പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ പോകാപ്പാ എന്ന് പറഞ്ഞു. പക്ഷെ പോയില്ല താനും. എന്നാൽ ഒന്നാമത്തവൻ അനുതപിച്ച് അപ്പൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്തു. ഇതിൽ ഒന്നാമത്തവൻ അപ്പൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരെയും രണ്ടാമത്തവൻ അപ്പൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാത്തവരെയും സൂചിപ്പിക്കുന്നു. അവിടെയും 2 വിഭാഗങ്ങളെ കാണാൻ സാധിക്കും. നമ്മൾ എവിടെ കർത്താവിൻ്റെ ഉപമയും ഉപദേശങ്ങളിലും എല്ലാം 2 വിഭാഗങ്ങളെ സ്പഷ്ടമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ലോകത്തിലുള്ള സകല ജനങ്ങളെയും, നീ ഏത് സഭക്കാരനായാലും ഏത് ജാതിക്കാരനായാലും മതക്കാരനായാലും ലോകത്തിലുള്ള സകല ജനങ്ങളെയും തിരുവചനം 2ആയിട്ട് തിരിക്കുന്നു. ഒന്ന്, വേദപുസ്തകത്തിനനുസൃതമായ
ഉപദേശങ്ങളിൽ നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭ. 2, വേദപുസ്തകത്തിന് വിപരീതമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ അഥവാ ബാബിലോണിയ സഭ. ഈ 2 സഭകളുടെയും പ്രത്യേകതകൾ, അലങ്കാരങ്ങൾ ഒക്കെ തിരുവചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ആരാണ് വീണുപോയത്? ബാബിലോണിയ സഭ. ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ബാബിലോണിയ സഭ വീണുപോയി എന്നാണ് 2-ാം ദൂതൻ വിളിച്ചു പറയുന്നത്, അല്ലെ? വെളിപ്പാട് 14:8 എന്താ വായിച്ചത്? രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു, എന്നിട്ട് പറയാണ് വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെ കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മഹതിയാം ബാബിലോണിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം 3-4 വാക്യങ്ങൾ. വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും രത്നവും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. ഇവിടെ നമ്മൾ ആരെയാണ് കാണുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് പൊന്നും മുത്തും രത്നവും അണിഞ്ഞ കടും ചുവപ്പ് വസ്ത്രം ധരിച്ച എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി അഥവാ ബാബിലോണിയ സഭ, സകല മ്ലേച്ഛതയും നിറഞ്ഞ എതിർ ക്രിസ്തുവിൻ്റെ ബാബിലോണിയ സഭയാണ് നമ്മൾ കാണുന്നത്. ഈ സ്ത്രീ അല്ലെങ്കിൽ സഭ ധരിച്ചിരിക്കുന്ന കടും ചുവപ്പ് വസ്ത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? അവളുടെ പാപപ്രകൃതത്തെ സൂചിപ്പിക്കുന്നു. യെശയ്യാവ് 1:18 ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാവ് 1:18, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും. അപ്പോൾ നോക്കിയേ, പാപത്തിൻ്റെ നിറം കടും ചുവപ്പായിട്ടാണ് വചനം ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എതിർ ക്രിസ്തുവിൻ്റെ സഭ ധരിച്ചിരിക്കുന്ന കടും ചുവപ്പ് വസ്ത്രം അവളുടെ പാപപ്രകൃതത്തെ സൂചിപ്പിക്കുന്നു. ഇനി അവൾ ധരിച്ചിരിക്കുന്ന പൊന്നും മുത്തും രത്നവും എന്തിനെ സൂചിപ്പിക്കുന്നു? അവളുടെ ആകർഷണീയതയെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഈ സഭയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി, അവളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ഈ സഭ അല്ലെങ്കിൽ സ്ത്രീ സർവാഭരണ വിഭൂഷതയായിട്ട് നിൽക്കുന്നു. തന്നെയുമല്ല, ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, സ്വർണ്ണ പാനപാത്രം, പുറമേ ആകർഷകമായ പാനപാത്രം. എന്നാൽ ഈ പാനപാത്രത്തിന് ഉള്ളിൽ എന്താണ്? തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം. എന്താ മനസ്സിലായി? അതായത് ഈ സ്ത്രീക്ക് മറ്റുള്ളവർ നോക്കുമ്പോൾ പുറമേ ആകർഷകമായ പല ആചാരങ്ങളും മറ്റു പലതുമുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് ചെന്നാലോ തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയുമാണ് അതിനുള്ളിൽ. എന്ന് പറഞ്ഞാൽ എല്ലാവിധ ദുരുപദേശങ്ങളുമാണ് ഈ പാനപാത്രത്തിലൂടെ ഈ സ്ത്രീ അഥവാ എതിർ ക്രിസ്തുവിൻ്റെ സഭ ലോകത്തിന് പകർന്നു കൊടുക്കുന്നത്. ഈ സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം എന്താ പറയുന്നത്? വെളിപ്പാട് 18:3 ഇങ്ങനെ വായിക്കുന്നു, അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. എന്താ മനസ്സിലായി? അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യ സകല ജാതികളും കുടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബാബിലോണിയ സഭയുടെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ സഭയുടെ ദുരുപദേശങ്ങൾ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ലോകത്തിലെ ഉന്നതസ്ഥാനീയരായിട്ടുള്ള ബഹുഭൂരിപക്ഷവും ഇന്ന് ചേർന്ന് നിൽക്കുന്നത് ബാബിലോണിയ സഭയോടാണ്, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ സഭയോടാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ ദൈവവചനത്തിന് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപദേശങ്ങളും ഒക്കെ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവരെല്ലാം ബാബിലോണിയ സഭയുടെ ഭാഗമാണ്. നാം വേദപുസ്തകത്തിന് വിപരീതമായ എന്തെങ്കിലും ഉപദേശങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടെ സഭ അങ്ങനെ പഠിപ്പിക്കുന്നുവെങ്കിൽ അത് ബാബിലോണിയ സഭയാണ്. ഇനി ഈ സ്ത്രീ എവിടെയാണ് ഇരിക്കുന്നത് നോക്കാം. വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വെളിപ്പാട് 17:1-2. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്നെന്നോട് സംസാരിച്ചു. ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ നോക്കിയേ, ഈ സ്ത്രീ എവിടെ ഇരിക്കുന്നത്? പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ എന്നാണ് ഈ ബാബിലോണിയ സഭയെ തിരുവചനം ചിത്രീകരിച്ചിരിക്കുന്നത്. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു. എന്താണ് ഈ പെരുവെള്ളം? വെളിപ്പാട് പ്രവചനം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം. വെളിപ്പാട് 17:15 എന്തു പറയുന്നു? പെരുവെള്ളം എന്താണെന്ന് വചനം പറയുന്നു. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം പുരുഷാരങ്ങളും വംശങ്ങളും ഭാഷകളും ജാതികളും അത്രേ. നോക്കിക്കേ, ഈ സ്ത്രീ അല്ലെങ്കിൽ ബാബിലോണിയ സഭ എവിടെ ഇരിക്കുന്നു? പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു. പെരുവെള്ളം എന്താണ്? നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ എന്ന് പറഞ്ഞാൽ വലിയ പുരുഷാരത്തിൻ്റെ മുകളിലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാബിലോണിയ സഭ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു. ജനകോടികൾ ഈ സഭയിലെ അംഗങ്ങളാണ്. ഈ ലോകത്തിലെ ബഹുഭൂരിപക്ഷവും ഇന്ന് ബാബിലോണിയ സഭയോടാണ് ചേർന്ന് നടക്കുന്നത്. ഇപ്പം പൊന്നും മുത്തും രത്നവും അണിഞ്ഞ് കടുംചുവപ്പുള്ള വസ്ത്രം ധരിച്ച് തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം പിടിച്ച ഈ സ്ത്രീ അഥവാ സഭയാണ് ബാബിലോണിയ സഭ അഥവാ എതിർ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ. പ്രിയമുള്ളവരെ, രണ്ടാം ദൂതൻ വിളിച്ചു പറയുന്നു, വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി. എന്താ മനസ്സിലായി? ഇപ്പൊ ലോകത്തിൽ വേദപുസ്തകം ലോകത്തിൽ ആകമാനമുള്ള ജനങ്ങളെ 2 വിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ഒന്ന് ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭയുടെ അംഗങ്ങൾ, 2 എതിർ ക്രിസ്തുവിൻ്റെ അഥവാ ബാബിലോണിയ സഭയുടെ അംഗങ്ങൾ. ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭയുടെ അംഗങ്ങൾ വേദപുസ്തകം എന്ത് പറയുന്നുവോ ആ ഉപദേശങ്ങളെ അതുപോലെ അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ബാബിലോണിയ സഭ എന്ത് ചെയ്യുന്നു? വേദപുസ്തകം എന്തോ പറയുന്നു, അതിന് നേരെ വിപരീതം പഠിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ ധാരാളം പറയാനായിട്ടുണ്ട്. വേദപുസ്തകം പറയുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ വിശുദ്ധ ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്തിൽ നാം ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവത്തിൻ്റെ 10 കൽപ്പനയുടെ 4-ാം കൽപ്പന പറയുമ്പോൾ ബഹുഭൂരിപക്ഷം 1-ാം ദിവസത്തിൽ ആരാധിക്കുന്നു. അപ്പോൾ അവർ ഏത് സഭയുടെ ഭാഗമാണ്? ബാബിലോണിയ സഭയുടെ ഭാഗമാണ്. വേദപുസ്തകം പറയുന്നു, ഒരുവൻ സ്നാനപ്പെടുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് ദൈവവചനം പഠിച്ച് സ്നാനപ്പെടണം. എന്നാൽ ബഹുഭൂരിപക്ഷം എന്ത് പഠിപ്പിക്കുന്നു? ബൈബിൾ പഠിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ വിശ്വസിക്കുവാനോ പ്രായമാകാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ സത്യ ഉപദേശത്തിൽ നിന്നും മാറി വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിന് വിപരീതമായ ഉപദേശം പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരമുള്ള പ്രിയപ്പെട്ടവർ അറിഞ്ഞും അറിയാതെയും ബാബിലോണിയ സഭയുടെ ഭാഗത്താണ് ചേർന്ന് നിൽക്കുന്നത്. വേദപുസ്തകം പറയുന്നു, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഇത് പറയുമ്പോൾ ലോകത്തിൽ ബഹുഭൂരിപക്ഷം കർത്താവായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി വേറെ മധ്യസ്ഥന്മാരിലൂടെ പ്രാർത്ഥിക്കുന്നു. നോക്കിക്കേ, ബാബിലോണിയ സഭ ലോകത്തോട് ചേർന്ന് നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി സഭ ദൈവത്തോട് ചേർന്ന് സത്യങ്ങളോട് ചേർന്ന് നടക്കുന്നു. അതുകൊണ്ട് 2-ാം ദൂതൻ വിളിച്ചു പറയുന്നു, വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച ഈ മഹദിയാം ബാബിലോൺ വീണുപോയി. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ ആത്മീയന്മാർ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം, ഒരു വലിയ ആത്മീയന്മാർ, ഞങ്ങൾ പള്ളി പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയുണ്ട് എന്ന് പറയുന്ന വലിയ വിഭാഗം, അവർ അറിഞ്ഞും അറിയാതെയും ഇന്ന് ബാബിലോണിയ സഭയുടെ ഭാഗത്താണ് നിൽക്കുന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അപ്പോൾ വേദപുസ്തകത്തിന് വിപരീതമായ ഉപദേശങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരെല്ലാം ബാബിലോണിയ സഭയുടെ അംഗങ്ങളാണ്. ബാബിലോണിയ സഭയുടെ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് 2-ാം ദൂതൻ വിളിച്ചു പറയുന്നത്, വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി. ചോദ്യം, എവിടെ നിന്നുള്ള വീഴ്ചയാ? ഈ മഹദിയാം ബാബിലോൺ എവിടെ നിന്ന് വീണുപോയി? സത്യ ഉപദേശത്തിൽ നിന്നും വീണുപോയി. നാം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഒരു വേദപുസ്തകം ഒന്ന് എടുത്തിട്ട് ഇതിലെ ഓരോ ഉപദേശങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ ഇന്ന് നാം ആയിരിക്കുന്ന സഭകൾ പലതും
ഇതിനുള്ള ഉപദേശത്തിൻ്റെ നേരെ വിപരീതമായ വഴികളിലൂടെ പോകുന്നവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മാനസാന്തരം ഉണ്ടായി നമ്മൾ സത്യസഭയിലേക്ക് വരുന്നത്. നാം വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിന് വിപരീതമായ വഴികളിലൂടെ പോകുമ്പോൾ ബാബിലോണി സഭയുടെ ഭാഗമാണ്. ബാബിലോണി സഭ വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വെളിപ്പാട് 2:5. വെളിപ്പാട് 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അപ്പോൾ വചനം പറയുന്നു, നാം ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏത് ഉപദേശത്തിൽ നിന്നാണോ നാം വീണു പോയിരിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട്, പ്രിയമുള്ളവരെ, നാം സത്യത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. സത്യത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. സത്യമനുസരിക്കുവാൻ തീരുമാനമെടുക്കുമോ? വചനം പറയുന്നു, മത്തായി 24:14, രാജ്യത്തിൻ്റെ ഈ സുവിശേഷവും സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. നമുക്ക് നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ ബാബിലോണി സഭയുടെ ഭാഗമാണോ സത്യസഭയുടെ ഭാഗമാണോ? ഞാൻ ബാബിലോണി സഭയുടെ ഭാഗമാണെങ്കിൽ ഞങ്ങളുടെ ഇന്നാരും എല്ലാം അവിടെ ആയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒക്കത്തുള്ളൂ പാസ്റ്റർ എന്ന് പറഞ്ഞു നിൽക്കാതെ സത്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നല്ല പ്രഭാതത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. തീരുമാനമെടുക്കാം. അപ്രകാരം നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നരികളെ കൽപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. 2-ാം ദൂതൻ്റെ ദൂത് നരികളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അവിടുത്തെ വരവിന് മുമ്പായി ലോകത്തോട് അറിയിക്കേണ്ടെന്ന നിത്യ സുവിശേഷം 3 ദൂതന്മാരുടെ ദൂതുകളിൽ 2-ാം ദൂതൻ്റെ ദൂത് നരികളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. മഹദിയാം ബാബിലോൺ സത്യ ഉപദേശത്തിൽ നിന്ന് വീണുപോയെന്നും അതുകൊണ്ട് അടിയങ്ങൾ ഏതിൽ നിന്നാണ് വീണിരിക്കുന്നതെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ദൈവഭാഗത്ത് ഉറച്ചു നിൽക്കുവാൻ, സത്യസഭയുടെ ഭാഗമാകുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ പ്രിയമക്കളെ സത്യത്തിൽ വഴി നടത്തണമേ. രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും ജീവിതത്തിൻ്റെ ആകുലതകളിലും മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദങ്ങളിലും കർത്താവെ നിരാശയുടെ അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവ് മനസ്സലിയണമേ. അവരുടെ പ്രശ്നങ്ങളിൽ കർത്താവ് വിടുതൽ കൊടുക്കണമേ. സമസ്ത കാര്യങ്ങളും പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങൾ വയ്ക്കുന്നു. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലെ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിച്ച് പ്രിയമുള്ളവരെ ദൈവവചനത്തിൽ വളർന്നു ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും
അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.